ഹലോ ഗൈസ്, എൻ്റെ പേര് ഐ ജി ഗെയിമർ എന്ന ചാനലിലെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് CS കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വട്ടം ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈ കളിയിൽ ഒരു എയ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. എയ്സ് എടുത്താൽ നിങ്ങൾ സബും ലൈക്കും അടിക്കുക, എടുത്തില്ലെങ്കിൽ നിങ്ങൾ സബും ലൈക്കും അടിക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഇവിടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു എനിമീനെ കണ്ട് നമ്മൾ ക്യാൻഡ് ഫയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. EPയും കാര്യങ്ങളൊക്കെ ഫുള്ളാക്കാൻ ഒരു എനിമീനെ കണ്ടു. അടിക്കാൻ വേണ്ടി കയറി ചെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ബാക്കിൽ നിന്നും കാര്യങ്ങളൊക്കെ അടി കിട്ടി. നമ്മൾ പ്രതീക്ഷിക്കാതെ ക്യാച്ചർ സ്കില്ലിട്ട് നമ്മളെ അവനെ കൊണ്ട് വെറുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഡാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അവൻ നമ്മളെ ഹെഡും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു എനിമി കണ്ടിട്ടുണ്ടായിരുന്നു. അവനെ അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി. അപ്പോൾ ഈ കളി നമ്മൾ നട്ട് പോയിട്ടുണ്ട്. അടുത്ത കളി നമുക്ക് കംബാക്ക് അടിക്കാൻ ഗൈസ്. കംബാക്ക് നോക്കാം. നമ്മൾ ഈ കളിയിൽ ഒരു കണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കണ്ണിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും ജസ്റ്റ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു എനിമീനെ കണ്ടു. ഓടി ചെല്ലുന്ന സമയത്ത് ഒരു എനിമി ആ എനിമി വേറൊരു എനിമീനെ കണ്ടു. അവനെ അടിച്ചിടാൻ വേണ്ടി പോയപ്പോൾ നൈസായിട്ട് നമുക്ക് ഡാമായിട്ട് സൈഡിലേക്ക് കണ്ടുപോയി. നമ്മൾ മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നൈസായിട്ട് ഓരോ ഇട്ടാണ്ട് വന്ന് അവനെ അടിക്ക് ഒരു ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ നമ്മളൊക്കെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ടീംമേറ്റിന് എടുത്ത് അയക്കുന്നുണ്ട്. അവനെ കുത്തി പിടിച്ചുകൊണ്ട് അവനായിട്ട് ഫിനിഷാക്കി. അങ്ങനെ ഈ കളി നമ്മളെടുത്ത് രണ്ടാമത്തെ കളി നോക്കുകയാണെങ്കിൽ നമ്മൾ തോമസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇവിടെ എത്തിയപ്പോൾ ഒരു എനിമീനെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ചാടിച്ചെന്ന് അവനെ കുത്തി പിടിച്ചുകൊണ്ട് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ രണ്ടാമത്തെ ഒരുത്തനെ കണ്ട് അവനായിട്ട് ഹെഡ് അടിച്ചുകൊണ്ട് നോക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരുത്തർ ഓരോ ഇട്ടാണ്ട് കയറി നമ്മൾ പിന്നെ വിട്ടുകൊടുക്കും. നമ്മളായിട്ട് ഓരോ ഇട്ട് അപ്പോഴത്തേ അവന് ഗ്ലൂ ഇട്ട് അതിന് ഉള്ളിൽ കയറിയിരുന്ന് നമ്മൾ നൈസായിട്ട് മറ്റേനായിട്ട് ഫിനിഷാക്കാൻ നോക്കി. അതിൻ്റെ മുമ്പ് നമ്മൾ തോമസ് എടുത്ത് അവന് ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴത്തേ അവന് ഓരോ ഇട്ട് പിന്നെ മുങ്ങി. എന്നിട്ട് അവനായിട്ട് കുത്തി പിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് 2 അടി കിട്ടി. അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് ഗ്ലൂവും കളറൊക്കെ ഇട്ട് മെഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സോണായിട്ട് വന്ന് അപ്പോഴത്തേ ഞാൻ ഓടി ഇവിടെ നമുക്ക് പിന്നെയും ഗ്ലൂ ഇട്ട് അപ്പോഴത്തേ നമ്മൾ സോണ് ആയി ചുറ്റിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നായിട്ട് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സെക്കൻഡ് നമ്മുടെ ടീമേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കളി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു എയ്സ് ആയിട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ ഒരു എനിമിയായിട്ട് നമുക്ക് ക്യാച്ച് സ്കില്ലായിട്ട് നമ്മളായിട്ട് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിട്ടുകൊടുക്കുമോ? നൈസായിട്ട് ആ ഓറിയോണും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ്റെ മുമ്പിൽ ചെന്ന് അപ്പോഴത്തെ ഒരു എനിമി കയറി വന്ന് അപ്പോഴത്തെ നമ്മുടെ ടീമേറ്റ് അവൻ നോക്കിയിട്ടുണ്ട്. നമ്മളായിട്ട് നെക്കി പിടിച്ചായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അവനെ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പെട്ട അവസ്ഥയായി. ചുറ്റിന് സോണായിരുന്നു. അപ്പോഴത്തേ നമ്മൾ പെട്ട് ചാടി ചെന്നു. അപ്പോഴത്തേ നമുക്ക് ചുറ്റിന് അടി കിട്ടാൻ തുടങ്ങി. നമ്മൾ പെട്ടെന്ന് ക്യാരറ്റ് സ്കില്ലും കാര്യമൊക്കെ ഇട്ടിട്ട് മെഡ് അടിച്ചിട്ടുണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് അവനായിട്ട് ഫിനിഷ് ആക്കിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് അവനെ കുത്തി പിടിച്ചാൽ നോക്കിയിട്ടായിട്ട് ഈ കളി എടുത്തിട്ടുണ്ട്. അങ്ങനെ 3v സ്കോർ 3v1 ആയി. അപ്പോൾ ഈ കളി നമുക്ക് ജയിച്ചത് നമുക്ക് മനസ്സിലായും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ 4ാമത്തെ റൗണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് ഒരുത്തനായിട്ട് നല്ല ഡാമും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡാം വന്നു. നോക്കുകയാണെങ്കിൽ ഒരുത്തൻ ക്യാരറ്റ് സ്കില്ലിട്ട് നമ്മൾ ആ ക്യാരറ്റ് സ്കില്ല് പൊട്ടിച്ചിട്ട് മറ്റൊന്ന് പൊക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് നമ്മളായിട്ട് ഫിനിഷാക്കി. ഞാൻ വിചാരിച്ചില്ല നമ്മുടെ ടീമേറ്റ് മൊത്തം അപ്പോൾ തന്നെ വടിയായിട്ടുണ്ടായിരുന്നു. ഈ കളി അവന്മാരെടുത്ത് അടുത്ത കളിയിലെങ്കിലും നമുക്കൊരു എയ്സ് എടുക്കണം. ഇത്രയും നേരമായിട്ട് നമ്മളൊരു എയ്സ് എടുത്തില്ല. നേരത്തെ എയ്സ് ആരോ ചാമ്പിക്കൊണ്ട് പോയി. അപ്പോഴത്തെ നമ്മൾ നോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഗണ്ണും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാൻഡ് ഫയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു എനിമീനെ കണ്ട് അവൻ ആരും അറിയാതെ പോകുമായിരുന്നു. നൈസായിട്ട് അവനെ കുത്തി പിടിച്ച് ഡാം കൊടുത്തു. നൈസ് അങ്ങനെ ഡാം കൊടുത്തു. അപ്പോഴത്തേ ഞാൻ ഓറിയിട്ട് ക്യാരറ്റ് സ്കില്ലിട്ട് നമ്മളായിട്ട് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുത്തി പിടിച്ച് നോക്കിയിട്ടപ്പോൾ നമുക്ക് ഓരോന്നും ഇടാനുള്ള സമയമില്ലാണ്ട് മറ്റേമാതിരി എനിമീസൊന്നും നമ്മളായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ ടീംമേറ്റിനെ അവരെ നോക്കിയിട്ട് അപ്പോൾ മനസ്സിലായി ഈ കളി പോയത് 1v3 സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴത്തേ നമ്മുടെ ടീംമേറ്റിനെ അവർ ചാമ്പിയിട്ടുണ്ട്. അങ്ങനെ ഈ കളി പോയി. അങ്ങനെ സ്കോർ 3v3 ആയി. ഈ കളി പോയാൽ നമ്മുടെ എയ്സ് പോകും. ഒറ്റ കളിയും കൂടെ ഉള്ളൂ. നമുക്ക് ഈ കളി അല്ലെങ്കിൽ എയ്സ് എടുക്കണം.
നമ്മുടെ ഈ കളിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നോക്കിയില്ല. ക്യാൻ ഫയർ ഇട്ട് EP ഒക്കെ കൂട്ടി നമ്മൾ കുറേ ഗ്രനേഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഒരുത്തൻ നോക്കായിട്ടുണ്ടായിരുന്നു. അവനെ അടിച്ചവൻ അടിക്കാണ്ട് പോയപ്പോൾ നമുക്ക് നല്ല ഡാമേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് വന്നിട്ട് അവന് ക്യാരറ്റ് സ്കില്ലൊക്കെ ഇട്ടാണ്ട് നോക്കൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരുടെ ടീമേറ്റ് ഒന്ന് അവന്മാരെ പൊക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 3v4 സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ കളി നമ്മളെങ്കിലും ഏസെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ച് കയറി ചെന്ന് നല്ല ഡാമേജ് ജസ്റ്റ് മിസ്സാണ് നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മൾ മെഡൊക്കെ അടിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഒരുത്തൻ നോക്കായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കളി എങ്ങനെയെങ്കിലുമൊക്കെ ഏസ് എടുക്കുന്ന രീതി ഒരുത്തൻ നോക്കിയിട്ട് ഫിനിഷാക്കാൻ നോക്കി. അപ്പോഴത്തേക്കും മറ്റവൻ കയറുന്നു, അവനെയും കൂടെ നോക്കിയിട്ട് ശ്രമിച്ചു. അപ്പോഴത്തേക്കും നല്ല ഡാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മറ്റവൻ കയറി വന്ന് അവനെയും കൂടെ നോക്കിയിട്ട് ഒരുത്തനും കൂടെ കയറി വന്ന് അവനെയും കൂടെ നോക്കിയിട്ട് അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അവനെ ഒന്നും കൂടെ ഡാം കൊടുത്ത് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുത്തനും കൂടെ കയറുന്നു, ഇവനെയും കൂടെ വിട്ട് ഏസാണ്. അപ്പോൾ നമ്മളങ്ങനെ ഏസ് എടുത്ത് ബുയ്യടിച്ച്